ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്ന് റിച്ചുടെ ഉമ്മച്ചിയുടെ വീട്ടിൽ നിന്നൊരു ട്രിപ്പ് പോകുകയാണ്. പെട്ടെന്നെടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് റിസോർട്ട്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അവൈലബിൾ ആയ ഒരു റിസോർട്ട് എടുത്ത് ഞങ്ങൾ പോവുകയാണ്. റിസോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ജേണി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോയത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അവിടെയുള്ളൊരു ഹോട്ടലിൽ കയറി. ഞങ്ങളുടെ ആൾക്കാരെ അവർക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനും അപ്പുവും എല്ലാവർക്കും ഫുഡ് സപ്ലൈ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജേണി കണ്ടിന്യൂ ചെയ്തു. ഈ കുന്നും മലകളും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതെ ഗൈസ്, ഞങ്ങൾ ഇടുക്കിയിലെ പാഞ്ചാലി മേട്ടിലേക്കാണ് പോകുന്നത്. ദ ട്രിപ്പ് ഈസ് ടു ഇടുക്കി. ഈ സിറ്റിയിലെ ക്രൗഡും റഷും എല്ലാം വിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു ഹിൽ സ്റ്റേഷൻ റൈഡോ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലേക്കുള്ളൊരു ട്രിപ്പോ ആയിരിക്കും. സോ അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് ഹൈ റേഞ്ചിലൊരു റിസോർട്ടാണ്. റിസോർട്ടിൽ ചെക്ക് ഇൻ ടൈം ആവാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ കണ്ട ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിൽ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ആദ്യക്കുട്ടൻ്റെ ഫേസ് കണ്ടാലറിയാം നല്ലോണം ടയേർഡായിട്ടുണ്ട്. നോക്ക് ഗൈസ്, എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഈ പ്ലേസ് ഒക്കെ. പിന്നെ ഞങ്ങളെല്ലാവരും അതിലൂടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ അവിടേക്കൊന്ന് ആസ്വദിച്ച് നടന്നു. അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ ടൈം ആയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട്, താഴ്വാരം. താഴ്വാരം റിസോർട്ട് ഹോംസ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ള റിസോർട്ടാണ്. അപ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ. ഈ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ എല്ലാം അടിപൊളിയാണ്. ഇൻഫിനിറ്റി പൂളും ആ ഇൻഫിനിറ്റി പൂളിൻ്റെ അവിടെ നിന്നുള്ളൊരു ലോങ് വ്യൂവും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ എല്ലാവരും റൂമിൽ കയറി ഓരോരുത്തരായിട്ട് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്നാൽ ഇനി നമുക്ക് പൂളിലേക്ക് പോയാലോ. അങ്ങനെ പൂളിലേക്ക് ഇറങ്ങാൻ പോയപ്പോൾ അവിടെ വേറെ ഫാമിലി പൂൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ആ പൂളിനെ ചുറ്റിപ്പറ്റി നടന്നു. അപ്പുവാണ് ഞങ്ങളുടെ ലീഡർ. ഉയരം കൂടിയപ്പോൾ ചായക്ക് സ്വാദ് കൂടിയോന്നറിയാൻ വേണ്ടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ. അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അറ്റ് ലാസ്റ്റ് അങ്ങനെ നമ്മൾ പൂളിലിറങ്ങി. അങ്ങനെ എല്ലാവരും പൂളിലിറങ്ങി. പിന്നെ ഫുൾ എൻജോയ്മെൻറ്റ് മൂഡായിരുന്നു ഗൈസ്. എന്നാ പൂളിലിരുന്നൊരു റീലായാലോ ഗൈസ്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ബോൾ താഴേക്ക് പോയി. അതെന്തോ ഭാഗ്യത്തിന് അവിടെ കിടക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ താഴേക്ക് പോയേനെ. അത് നമുക്ക് ഒരിക്കലും എടുക്കാനും പറ്റില്ല. സോ ആച്ചു അത് എടുക്കാൻ പോയി. ഞങ്ങളെല്ലാം അവന് ഡയറക്ഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ ബോളൊക്കെ കിട്ടി ഗെയിം റീസ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്നുള്ള സെലക്ഷൻ ആയിരുന്നെങ്കിലും ഈ താഴ്വാരം റിസോർട്ട് അടിപൊളിയായിരുന്നു. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല പ്രൈവസി കിട്ടുന്നൊരു റിസോർട്ടാണിത്. അങ്ങനെ നമ്മുടെ ലഞ്ച് എത്തി, എല്ലാവരും ഫ്രഷായി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. സോ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫസ്റ്റ് ഒന്ന് പോയത് പാഞ്ചാലിമേട്ടിലേക്കാണ്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എത്തി. ഇതൊരു വാട്ടർഫോളാണ്. ഈ വാട്ടർഫോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, ഇത് ചാർലി മൂവിയിൽ ഷൂട്ട് ചെയ്ത വാട്ടർഫോളാണ് ഗൈസ്. അവിടെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് റോഡ് സൈഡിൽ നിന്നപ്പോൾ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു മങ്കി എന്തിനെയോ കണ്ട് പേടിച്ച് നിൽക്കുന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, ഒന്നും കണ്ടില്ല. പിന്നെയാണ് മനസ്സിലായത് അവിടെ കുറച്ച് ആളുകൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ടീ പ്ലാന്റേഷൻ്റെ ഇടയിലൂടെ ഒരു റൈഡ് പോയി. ടീ പ്ലാന്റേഷനും ഗ്രീനറിയും എന്ത് രസമല്ലേ കാണാൻ. ശരിക്കും നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും. അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിൽ ഒരു ചെറിയ സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പാക്കി. ഞങ്ങളെല്ലാവരും അവിടെ ഒരു പാറയുടെ മുകളിലിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ്. അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ സോങ്ങൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് ആകെ മൊത്തത്തിലൊരു വൈബായി ഗൈസ്. ഡാൻസും സോങ്ങും എല്ലാം മൊത്തത്തിൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഗൈസ്. നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു ക്ലൈമറ്റായിരുന്നു. സോ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഇത്രയാണ് ഞങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.